പശ്ചിമേഷ്യയിൽ യുദ്ധമേഘങ്ങൾ കൂടുതൽ കടുക്കുന്നു. ഇറാനിലെ ആഭ്യന്തര കലുഷിത സാഹചര്യങ്ങൾക്കും അമേരിക്കൻ ഭീഷണികൾക്കും പിന്നാലെ ഇതാ ഇപ്പോൾ ഇസ്രയേലിലെ ഇന്ത്യൻ പൗരന്മാർക്കും കേന്ദ്ര സർക്കാരിന്റെ അതീവ ജാഗ്രതാ നിർദ്ദേശം എത്തിയിരിക്കുന്നു. വെറുമൊരു ഉപദേശമല്ല, ഏതു നിമിഷവും ഒരു ഒഴിപ്പിക്കലിന് തയ്യാറെടുക്കണമെന്ന കൃത്യമായിട്ടുള്ള സൂചനയാണ് ന്യൂഡൽഹിയിൽ നിന്ന് വരുന്നത്. മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇസ്രയേലിലുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാരും പ്രാദേശിക അധികൃതരും ഹോം ഫ്രണ്ട് കമാൻഡും നൽകുന്ന സുരക്ഷാ പ്രോട്ടോകോളുകൾ കർശനമായി പാലിക്കണമെന്ന് ഇന്ത്യൻ മിഷൻ നിർദ്ദേശിച്ചു കഴിഞ്ഞു. അനാവശ്യ യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണം. ഇസ്രയേലിലെ വിവിധ ജില്ലകളിൽ ബോംബ് ഷെൽട്ടറുകൾ തുറന്നു കഴിഞ്ഞു എന്ന വാർത്തകൾ സാഹചര്യത്തിന്റെ ഗൗരവം എത്രത്തോളമാണെന്ന് കാണിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ പെട്ടെന്നുള്ള നീക്കം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറാനിലെ വ്യാപകമായിട്ടുള്ള ആഭ്യന്തര അസ്വസ്ഥതകളും ടെഹ്റാനിലെ അമേരിക്കൻ സൈനിക ഇടപെടൽ സാധ്യതകളുമാണ് ഇതിനു പിന്നിൽ. അമേരിക്കൻ ഭീഷണികൾക്ക് മറുപടിയായി മേഖലയിലെ US താവളങ്ങളെ ലക്ഷ്യം വയ്ക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചതോടെ ഇറാന്റെ പ്രധാന എതിരാളിയായിട്ടുള്ള ഇസ്രയേലിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഇന്ത്യ വിലയിരുത്തുന്നു. ഇറാന്റെ കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് ഇതിലും കർക്കശമാണ്. ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാർ ലഭ്യമായ വാണിജ്യ വിമാനങ്ങൾ ഉപയോഗിച്ച് എത്രയും വേഗം രാജ്യം വിടണമെന്ന് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. വിദ്യാർത്ഥികൾ, തീർത്ഥാടകർ, ബിസിനസ്സുകാർ തുടങ്ങിയ എല്ലാവരും ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് മടങ്ങണമെന്ന്. ഇന്റർനെറ്റ് തടസ്സങ്ങൾ ഉള്ളതിനാൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്തവർക്കായി ഇന്ത്യയിലുള്ള അവരുടെ ബന്ധുക്കൾ വഴി വിവരങ്ങൾ കൈമാറാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ടെൽ അവീവിലെയും ടെഹ്റാനിലെയും ഇന്ത്യൻ എംബസികൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ഇതിനോടകം തന്നെ പുറത്തുവിട്ട് കഴിഞ്ഞു. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിൽ പുകയുന്ന സംഘർഷം ഒരു വലിയ സ്ഫോടനത്തിലേക്ക് നീങ്ങുമോ എന്ന ഭീതിയിലാണ് ലോകം. തന്റെ പൗരന്മാരുടെ ജീവന് മുൻഗണന നൽകിക്കൊണ്ട് സാധ്യമായ എല്ലാ സുരക്ഷാ സജ്ജീകരണങ്ങളും ഇന്ത്യ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇസ്രയേലിലും ഇറാനിലും ബന്ധുക്കളുള്ളവർ എംബസി നിർദ്ദേശങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക, അത് പാലിക്കുക, സുരക്ഷിതരായിരിക്കുക. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.